ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു ലവ് മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ടെക്നിക്കുകൾ ചെയ്യുന്ന വ്യക്തിയാണോ? ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ സ്പീഡപ്പ് ആക്കാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഞാൻ പറയുന്നത്. കുറച്ച് തോട്ട്സുകളാണ്. അപ്പോൾ ഈ 2 വേർഡ്സുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് കുറച്ച് കൂടുതൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ലവിൻ്റെ കേസിലാണെങ്കിലും, ഇനി അതല്ല മറ്റെന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കൂടി ഇത് യൂസ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 വേർഡ്സിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഏത് തരത്തിലുള്ള ടെക്നിക്കുകൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്സിലൂടെ ധാരാളം ചിന്തകൾ പോകുന്നുണ്ടായിരിക്കും, ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും, വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും ആ വ്യക്തിയുടെ മൈൻഡ് ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ മനസ്സിലൂടെ പോകുന്ന ചിന്ത എന്തായിരിക്കും? എന്നാലും അവൻ എന്നോട് ഇത് ചെയ്തല്ലോ, എന്നാലും അവൾ എന്നോട് ഇത് ചെയ്തല്ലോ, അവൾക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അതേസമയം നമ്മൾ ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയോട് ചെറിയ രീതിയിലെങ്കിലും ഒരു ഹെയ്റ്റ്, ഒന്നുകിൽ അവരുടെ ക്യാരക്ടർ ഇഷ്ടമില്ലാത്തതോ, ബിഹേവിയർ ഇഷ്ടമില്ലാത്തതോ, അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തി ഇഷ്ടമില്ലാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാവാം. ഞാൻ ഉദ്ദേശിച്ചത് ഹെയ്റ്റ്. അങ്ങനെ ഒരാളോട് ചെറിയ രീതിയിലുള്ള വെറുപ്പോ ദേഷ്യമോ പകയോ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലവ് ആണ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ എനർജിയാണ്. ആ ഒരു ഫീലിങ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വെറെവർ വി ഫോക്കസ് വി അട്രാക്റ്റ് ഇറ്റ്, അല്ലേ? നമ്മൾ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തയുടെ ഫോക്കസ് എങ്ങോട്ടാണോ അതാണ് നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഫോക്കസ് ഹെയ്റ്റിലോട്ടാണോ ലവിലോട്ടാണോ എന്നുള്ളത് നോക്കുക. ലവിലോട്ടാണെങ്കിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, കാരണം വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. ഹെയ്റ്റ് ആണെങ്കിലോ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഭയങ്കര ലോ ആയിരിക്കും, നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂവിൻ്റെ പേരിലാണെങ്കിലും പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പാച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കുകൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന തോട്ടുകളൊക്കെ ലവ് റിലേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് അവനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, അവളുടെ ഹെയർ ഇഷ്ടമാണ്, അവളുടെ ബോഡി ഇഷ്ടമാണ്, അവളുടെ എല്ലാം ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവൻ്റെ എല്ലാം ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, അവൻ്റെ സ്വഭാവം ഇഷ്ടമാണ്, അവൻ്റെ സംസാരം ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാം ഐ ലവ് 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 എന്നുള്ള രീതിയിൽ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഐ ലവ് ഹിസ് എവ്രിതിങ്. ആ ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ഐ ലവ്. ഐ ലവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം. അത് കോൺഷ്യസ് ആയിട്ട് തന്നെ ചിന്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 2 വേർഡ്സ് എന്ന് പറഞ്ഞു. അതിലൊരു വേർഡ് എന്ന് പറയുന്നത് ലവ് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഈസ് എന്നുള്ളതാണ്. അഥവാ എളുപ്പമാണ് എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈസ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മളൊരു മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ വരുമോ? പല ആളുകൾക്കും സംശയമായിരിക്കും. അവൻ്റെ സ്വഭാവമേ വേറെയാണ്. അവൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതൊന്നും ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ അവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ ഇനി വരാൻ യാതൊരു ചാൻസും ഇല്ല. അവൾ അവസാനമായിട്ട് പറഞ്ഞതാണ്, അവൾക്ക് ഇനി ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതൊക്കെ ആരാ പറയുന്നത്? അവർ പറഞ്ഞൊന്നുമല്ല. ഏകദേശം നിങ്ങളുടെ ഒരു അനലൈസിങ്ങിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മൈൻഡിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അട്രാക്ട്, അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഓരോ തോട്ടുകളും പോകുന്നത് അതിലോട്ടാണ്. വെറെവർ വി ഫോക്കസ്, അത് ശ്രദ്ധിക്കുക. നമ്മൾ അവിടേക്കാണ് ഫോക്കസ് പോകുന്നത്, ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ് എന്നുള്ളത്. അപ്പം അതിന് പകരം ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണെങ്കിലും മറ്റെന്ത് ഗോൾ മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈസിയാണ്.
ഈസിലി അട്രാക്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം എളുപ്പമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം, റൈറ്റ് ഡൗൺ ചെയ്യാം, സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. കുറച്ച് 2-3 ദിവസമൊക്കെ അതങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ് ആയിട്ട് തന്നെ ഈ ഈസി എന്നുള്ള രീതിയിലുള്ള തോട്ട്സുകൾ വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവളെ അട്രാക്ട് ചെയ്യുന്നത് എളുപ്പമാണ്, ഈസിയാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ അത്രയും പവർഫുള്ളാണ്, അത് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ അവളെന്നോട് സംസാരിക്കും, അവളെന്നെ അൺബ്ലോക്ക് ചെയ്യും. ഇത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈസ് അല്ലെങ്കിൽ എളുപ്പമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വേർഡായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഈ ലവ് എന്നുള്ള വേർഡും ഈസ് എന്നുള്ള വേർഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകളായിരിക്കണം എപ്പോഴും നമ്മുടെ മൈൻഡിലൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ റൺ ചെയ്യിപ്പിക്കേണ്ടത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹേറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്നുള്ളതോ ആയിട്ടുള്ള വേർഡുകളാണ് പോകുന്നതെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവും. മാനിഫെസ്റ്റ് ആവാതെ എത്ര വലിയ ടെക്നിക്കുകൾ ചെയ്തിട്ടും കാര്യമില്ല. മാനിഫെസ്റ്റ് ആവാത്തതിൻ്റെയൊക്കെ റീസൺ ചിലപ്പോൾ ഇതാവാം. ഒന്ന് റീതിങ്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മുടെ മനസ്സിലൂടെ കടത്തി വിടുക. അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി സ്പീഡപ്പ് ആകും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസിനെ കുറിച്ച് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതിനുള്ള ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരും. അത് മേ ബി ചിലപ്പോൾ കുറച്ച് ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ചെറിയ ഫീസ് ഈടാക്കും. അത് ആദ്യമേ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുന്നതിന് ഫീസൊന്നുമില്ല, വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം. സൊല്യൂഷൻസ് അവർ പറയും. ആ സൊല്യൂഷൻസ് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സർവീസ് ആണെങ്കിൽ മാത്രമേ ചെറിയ പേയ്മെൻറ്റ് ഈടാക്കത്തുള്ളൂ. അപ്പോൾ വിളിക്കാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ചാർജോ മറ്റോ ഒന്നും തന്നെയില്ല. അപ്പോൾ ധൈര്യപൂർവ്വം വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് കിട്ടും. അത് അപ്ലൈ ചെയ്യുക. ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമാക്കാനും സന്തോഷകരമാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. യെസ് ഐ ലൈക്ക് ഇറ്റ് എന്നുള്ളത് നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. സോ താങ്ക് യു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.